കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന കൊട്ടാരക്കര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണ്. ഇവിടെ നടക്കുന്ന ജനകീയ സമരമാണ്. കേന്ദ്ര ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ LDF കൊട്ടാരക്കര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിൻ്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചിലും തുടർന്ന് ധർണയും നടക്കുകയാണ്. ഈ ധർണാ സമരത്തിൻ്റെ അധ്യക്ഷനായി CPIM-ന്റെ നേതാവ്, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതാവ് PA എബ്രഹാമിനെ ക്ഷണിക്കുക. എല്ലാ നിയോജക മണ്ഡല കേന്ദ്രങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ രാജഭവന് മുന്നിലേക്കാണ് മാർച്ച് നടന്നത്. ഏറ്റവും അവസാനം നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം എന്നുള്ള ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ ധനകാര്യമന്ത്രി തയ്യാറായില്ല. കേരളത്തിന് വാഗ്ദാനം ചെയ്യുന്ന ഒന്നുമേയില്ല. ഏറ്റവും ഏറ്റവും സങ്കടകരമായ കാര്യം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നയാ പൈസയുടെ സഹായം ഇതുവരെ കിട്ടിയില്ല. എല്ലാ അർത്ഥത്തിലും നമ്മുടെ കേരളത്തെ എരിച്ചു കൊല്ലുക, സാമ്പത്തികമായി എരിച്ചു കൊല്ലുക എന്നുള്ള രാഷ്ട്രീയമായ പ്രതിജ്ഞാന ബുദ്ധിയോടെ അവർ പെരുമാറുകയാണ്. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ നമ്മുടെ വലിയ വികസനത്തിനൊന്നുമില്ല. നമുക്ക് നൽകാവുന്ന എയിംസ് ഇല്ല, മറ്റൊരു കാര്യങ്ങളും വരാത്തില്ല. ഏതാണ്ട് 800 ലക്ഷത്തോളം രൂപ കേന്ദ്ര ഗവൺമെന്റ് നെല്ല് സംഭരിച്ച വകയറ്റം നൽകാനുണ്ട്. ഒരു കാര്യത്തിലുമില്ല. സ്കൂൾ പാചക തൊഴിലാളികളുടെ വിഷയത്തിൽ തരാനുണ്ട്, ആശാമാരുടെ കാര്യത്തിൽ തരാനുണ്ട്, അംഗൻവാടിയുടെ കാര്യത്തിൽ തരാനുണ്ട്. എല്ലാ കാര്യത്തിലും കേന്ദ്ര ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നടത്താൻ ചെയ്ത പൈസയുണ്ട്. ഒരു വിശദാംശം അതില്ലാതെ കൂട്ടുമ്പോ ഏകദേശം 74,000-ഓളം കോടി രൂപ വിവിധ പദ്ധതികളായി ഈ കേരളത്തിന് കുടിശ്ശികയുണ്ട്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലും തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലും വിദേശങ്ങളിൽ നൂറുകണക്കിന് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകരും ബഹുജനങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്ക് എതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായ വാക്കുകളിലാണെങ്കിലും നമ്മളെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതനുസരിച്ച് ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളുമാണ്. ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളും എന്ന് പറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും അധികാരത്തിൻ്റെ കാര്യത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് തങ്ങളുടെ അധികാരമുള്ളത് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടന വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുമിച്ച് ഏതെല്ലാം മേഖലകളിൽ അധികാരം ഉപയോഗപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചുള്ള കൺകറന്റ് ലിസ്റ്റുമുണ്ട്. ഒരു ശക്തമായ രാജ്യത്തിന് ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനവും വേണം. ആ ശക്തമായ സംസ്ഥാനം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി ശേഷിയുള്ള സംസ്ഥാനങ്ങളായി ആ സംസ്ഥാനങ്ങൾ മാറണം. ആശാമാർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേന്ദ്ര ഗവൺമെന്റ് 3000 രൂപയിൽ 60% മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഷെയർ ആയിട്ടുള്ളത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി, ആ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർക്ക് വാസ്തവത്തിൽ അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന കൂലി പോരാ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ധനസഹായം പോരാ. അത് കേന്ദ്രം വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ NHM-ന് ഇന്ന് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള കാശ് പോലും നാഷണൽ ഹെൽത്ത് മിഷന് കേരളത്തിൽ തരാനുള്ളത് 2023 മുതൽ കുടിശ്ശികയാണ്. ആശാമാർക്ക് കൊടുക്കേണ്ട
2000 രൂപ കേന്ദ്രത്തിൽ തരുന്ന അതുപോലും 2023 കേരളത്തിലെ ആശാമാർക്ക് കൊടുക്കാനുള്ള പണം കേന്ദ്രം തന്നിട്ടില്ല.